എല്ലാവർക്കും നമസ്കാരം. സ്വകാര്യ ബസ് മേഖല നിലവിലെ വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നുള്ളത് നമ്മൾ വാർത്തകളിൽ കാണുന്ന ഒരു കാര്യമാണ്. സമീപകാലത്തായിട്ട് KSRTCയുടെ പ്രിയദർശിനി എന്ന് പറയുന്ന സർവീസ് ആരംഭിച്ചതോടുകൂടി തന്നെ ഒരുപാട് സ്ത്രീകൾ സ്വകാര്യ ബസ് വിട്ടുകൊണ്ട് KSRTCയിലേക്ക് മാറുകയും ദിവസേന 6000-7000 ഒക്കെ കളക്ഷൻ കിട്ടിയിരുന്ന റൂട്ടിൽ അത് നേരെ പകുതിയായി അല്ലെങ്കിൽ അതിനും താഴെയായിട്ട് 2000-1000 ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇതുവഴി ആ ഒരു ബസ് നടത്തുന്ന മുതലാളിക്കോ അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ ദിവസേന വരുമാനം കൊടുക്കാൻ പോലുമുള്ള ലാഭം ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു മേഖലയെ രക്ഷിച്ചെടുക്കുന്നതിനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള യാത്രക്കാർ കയറുന്നു, ടിക്കറ്റ് കൊടുക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, ആ രീതി പാടെ ഒഴിവാക്കി ഒരു അഡ്വാൻസ് ലെവലിൽ നമുക്ക് ഈ സംവിധാനം തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ എന്നുള്ളത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ പരസ്യങ്ങൾ വഴി പല മേഖലയിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വകാര്യ ബസ് മേഖലയിലും. സ്വകാര്യ ബസ് മേഖലയിൽ പരസ്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സാധാരണയായിട്ട് പുറം രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന ബസ് ബ്രാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കോട്ടയം നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്, ആ ബസ്സിനെ ആ കോട്ടയം നഗരത്തുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ആ ബസ്സിനെ പൂർണ്ണമായിട്ടും പെയിൻ്റ് അടിച്ചുകൊണ്ടോ സ്റ്റിക്കർ അടിച്ചുകൊണ്ടോ അവരെ ബിസിനസ് പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു വരുമാനം ഈ ബസ് മുതലാളിക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ വീഡിയോസ് ചെയ്ത് ഇവിടെ കാണിക്കാം. അത് AI ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ മലബാറിലൊക്കെ ഓടുന്ന ഒരു സ്വകാര്യ പ്രൈവറ്റ് ബസ്സിൻ്റെ ലിമിറ്റഡ് സ്റ്റോപ്പിൻ്റെ ഒരു ബോഡിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മാറ്റിയെടുത്തുകൊണ്ട് ഇതൊരു എക്സാമ്പിളിന് വേണ്ടി ചെയ്തത് മാത്രമാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫുൾ ബ്രാൻഡിംഗ് ആക്കി മാറ്റിയാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ബ്രാൻഡിംഗ്, ബസ് ബ്രാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഈ ബസ്സിൻ്റെ മുതലാളിക്ക് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി പൂർണ്ണമായിട്ട് ഇതുപോലെ ബസ് ബ്രാൻഡിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് KSRTCയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബസ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും ബാക്കിലും ആയിട്ട് ഒരു എൻഗേജ്മെൻറ്റ് സ്പേസ് സ്ഥാപിക്കുക, ആഡ് സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഏത് കമ്പനിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ, ഈ ബസ് ഓടുന്ന റൂട്ടിലുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ ബിസിനസ്സുകൾ പരസ്യം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ആ പരസ്യത്തിന് ഇത്ര എമൗണ്ട് ഈ ബസ്സിൻ്റെ മുതലാളിക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. ഇത് പരസ്യം വഴി വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ഇത് കൂടാതെ പരസ്യം വഴി വരുമാനം ഉണ്ടാക്കാനുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ബസ്സിനകത്ത് ഒരു LED സ്ക്രീൻ സ്ഥാപിച്ചതിന് ശേഷം അതിനകത്ത് ലോക്കലായിട്ടുള്ള ബിസിനസ്സുകളുടെ പരസ്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ആ ബസ്സിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ അടുത്തിറങ്ങാൻ പോകുന്നത് ഒരു ടൗണിലാണെന്നുണ്ടെങ്കിൽ ആ ടൗണിലെ സ്റ്റുഡിയോ, അതല്ലെന്നുണ്ടെങ്കിൽ ആ ടൗണിലുള്ള എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള പരസ്യങ്ങൾ നൽകിക്കൊണ്ട് ആവശ്യക്കാരിലേക്ക് എത്തുന്ന രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നൽകിക്കൊണ്ട് ഈ ബസ്സിന്, അതായത് ഏത് ബസ്സിലാണോ ഈ പരസ്യം കാണിക്കുന്നത് ആ ബസ്സിന് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഒരു മാർഗ്ഗമാണ്. നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ, നൈറ്റ് ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സാധാരണ രാത്രിയൊക്കെ ഓടുന്ന ബസ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി സ്നാക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാർജിനകത്ത് നമുക്ക് തരാറുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിൽ നമുക്കിപ്പം ഓടുന്ന സാധാരണ ലോക്കലായിട്ടുള്ള ബസ്സുകളിൽ വെള്ളമോ അല്ലെങ്കിൽ സ്നാക്സോ ജ്യൂസോ വെക്കാവുന്ന ചെറിയൊരു ബോക്സോ കാര്യങ്ങളോ വെച്ചിട്ട് അതിൽ നിന്ന് ആൾക്കാർക്ക് അതെടുത്ത് കഴിക്കാം, കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം. ഇതിൽ നിന്ന് കിട്ടുന്നൊരു തുച്ഛമായ വരുമാനമായിരിക്കാം, പക്ഷേ അതും ഒരു ലാഭകരമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അധികം പ്രാവർത്തികമായിട്ട് ഇല്ലാത്തൊരു സംവിധാനം നമ്മൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലയിലേക്ക്. അതായത് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊന്നും ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് തന്നെയാണ്. അതുപോലെ പ്രൈവറ്റ് ബസ് സംവിധാനങ്ങൾക്കും ഒരു ആപ്ലിക്കേഷൻ നിലവിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ യൂബർ, ഓലയൊക്കെ പോലെ തന്നെ, സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ, ലൈവ് ബസ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തോടു കൂടിയുള്ള പ്രൈവറ്റ് ബസ്സുകൾ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ലൈവ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരിക, ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്തുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സിൽ കയറാൻ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ റൂട്ടിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ സമയം, ഇനി വരാനിരിക്കുന്ന ബസ്സുകളുടെ സമയം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറ വരെ പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്, ആ ബസ്സിൽ കാക്കനാട് നിന്ന് ഒരാൾക്ക് കയറാനുണ്ട്. അപ്പോൾ കാക്കനാട് നിന്ന് ആൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഏതൊക്കെ ബസ്സുകളാണ് ആ റൂട്ടിൽ, അതായത് ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഈ വ്യക്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് ആദ്യം വരുന്ന ബസ് ഏതാണെന്ന് മനസ്സിലാക്കുകയും അതിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കാനും പറ്റുന്ന ഒരു സംവിധാനം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതെങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സുകാർക്ക് ലാഭകരമാകുക എന്നുള്ളത് ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം. ഇപ്പോൾ യാത്ര ചെയ്യുന്ന വ്യക്തികൾ, ഇപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ ബസ്സുകളാണ് ഇപ്പോൾ അടുത്ത് വരുന്നുള്ളത് നോക്കിയിട്ട് ആ ബസ്സിൻ്റെ ടൈം അനുസരിച്ച് നമ്മൾ ആ ടൗണിൽ വെയിറ്റ് ചെയ്യാൻ പോയാൽ മതി. വെയിറ്റിംഗ് ഷെഡിൽ കുറേ സമയങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഈ ആൾക്കാർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബസ്സുകളിൽ കയറി പോകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 10:20 എടുക്കുന്ന ഒരു ബസ്സാണെന്ന് വെക്കുക. എനിക്ക് കയറേണ്ട സ്റ്റോപ്പിൽ 10:20 എത്തുന്ന ഒരു ബസ്സാണ്. എനിക്ക് ആ സമയം അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തുന്നത് 10:25 വെച്ചാൽ അടുത്ത ബസ് ഇനി 11 മണിക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ
എനിക്ക് ഈ 10:20 ബസ്സിൽ കയറാനായിട്ട് എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ആ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് കയറിയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇനി ഈ ആപ്പിൽ തന്നെ ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നാൽ, അതിൽ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി ബസ് മുതലാളിമാർക്ക് വരുമാനം കിട്ടാനുള്ളൊരു മാർഗ്ഗമായിട്ട് മാറും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, സൊമാറ്റോയിലൊക്കെ ഓർഡറൊക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂപ്പൺസ് ഒക്കെ വരുന്നത് കാണാൻ സാധിക്കും. പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകളുടെയും കൂപ്പൺ കോഡ് വരും. ആ കൂപ്പൺ കോഡ് നമ്മളൊന്നെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൂപ്പൺ സ്ക്രാച്ച് ചെയ്യുന്ന സംവിധാനം കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യാത്ര ചെയ്ത വ്യക്തി ഏത് ബസ്സിലാണോ സഞ്ചരിച്ചത് ആ ബസ്സിൻ്റെ ഓണർക്കും ചെറിയൊരു ഈ അഡ്വർടൈസ്മെൻറ്റ് പങ്ക് കൊടുക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ സ്പേസ് എന്നുള്ളതാണ്. ഇപ്പോൾ പല ബസ് സർവീസുകളിലും യാത്രക്കാർ കുറവാണ്. ചില ബസ്സുകളാണെന്നുണ്ടെങ്കിൽ രാവിലെ ഫുൾ യാത്രക്കാരായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ട് സ്കൂളിൽ വിടുന്ന സമയത്ത്, കോളേജൊക്കെ വിടുന്ന സമയത്ത്, ജോലിക്കാർ പോകുന്ന സമയത്തൊക്കെ വൻ യാത്രക്കാരായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒഴികെയുള്ള ഏകദേശം ഒരു രാവിലെ 10 മണി മുതൽ വൈകിട്ടൊരു 3 മണി വരെയുള്ള സമയങ്ങൾക്കിടയിൽ കൊറിയർ എത്തിക്കാനുള്ള സംവിധാനം കൂടെ കൊടുക്കുക. ഇതിനും വേണമെങ്കിൽ പ്രത്യേകം ആപ്പുകൾ കൊടുക്കാം. ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഈ ലൊക്കേഷൻ കാണിക്കുന്ന ആപ്പിനകത്ത് തന്നെ കൊറിയർ ഡിസ്പാച്ച് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എനിക്കൊരു കൊറിയർ കൊടുക്കാനുണ്ട്. ഇത് ഇവിടുന്ന് ഞാനിപ്പോൾ മഞ്ചേരി ആണെങ്കിൽ കോഴിക്കോട്ടേക്ക് ഒരു കൊറിയർ സർവീസ് കൊടുക്കാനുണ്ട്. ഈ ബസ് ട്രാക്ക് ചെയ്യുന്നു, ആ ബസ്സിൽ പോയിട്ട് കൊറിയർ കൊടുക്കുന്നു, ആ കൊറിയർ ആ ബസ്സിനകത്ത് വെക്കുന്നു, അതിനൊരു എമൗണ്ട് ഞാൻ കൊടുക്കുന്നു. ഇത് വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റിനനുസരിച്ചുള്ള എമൗണ്ട്, സ്ഥലത്തിൻ്റെ ദൂരത്തിനനുസരിച്ചുള്ള എമൗണ്ട് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കണം. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടെ റെക്കമെൻഡ് ചെയ്ത് പറയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബസ്സിലും ഒരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് ബോണസായിട്ട്, ഇപ്പോൾ യാത്രക്കാർ സമയത്തിന് എത്തി, അവർ ഉദ്ദേശിച്ച സമയത്തിന് എത്തിയെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോക്സിനകത്ത് നിക്ഷേപിക്കുന്ന രീതിയിൽ ആ പൈസ എന്ത് ചെയ്യാം, ഈ ബസ്സിൻ്റെ ഓണർക്ക് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് പൈസ ഇടുന്നുള്ളത് കൺഫേം ആണ്. യാത്ര ചെയ്യുന്നവർ, അവർക്ക് യാത്ര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വലിയൊരു സംഭവം എന്താ പറയുക നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന യാത്രയാണെന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കഴിഞ്ഞാലൊക്കെ സന്തോഷം കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ടൊക്കെ അതിനകത്ത് ഇട്ടെന്ന് വരും. ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാസം ഏകദേശം ഒരു 10,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. അത് ഒന്നുകിൽ ആ ജോലിക്കാർക്ക് ശമ്പളമായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് പല കാര്യങ്ങൾക്കകത്തും പെർമിഷൻസ് ആവശ്യമായിട്ടും വരും. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂട്ടിലോടുന്ന ബസ്സുകളെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ യാത്രക്കാർക്കും അതുപോലെ തന്നെ ബസ് ജീവനക്കാർക്കും സൗകര്യപ്രദമായിട്ടുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഇത്തരത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബസ് സർവീസ് സംവിധാനം ഒന്നും കൂടെ അപ്ഗ്രേഡ് ആയിട്ട് കിട്ടും. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യാത്ര ചെയ്യുന്ന വ്യക്തി ബസ്സിൽ കയറുന്നു, ടിക്കറ്റ് മുറിച്ച് കൊടുക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, കഴിഞ്ഞു. ഇങ്ങനെയല്ല, ഒന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ടെക്നോളജി ഇൻവോൾവ് ആക്കിക്കൊണ്ട് നമുക്ക് ഈ സംവിധാനത്തെ നല്ല രീതിയിൽ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്തോളൂ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്തായാലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പോടെ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.